ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് നമ്മളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണോയെന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ് അല്ല, എങ്കിലും ഇന്നൊരു ഷൂട്ടിംഗ് ഡേ ആണ്. കുറേ നാളുകൾക്ക് ശേഷം ഏകദേശം ഒരു 4 മാസത്തോളമായി ഞാനിപ്പോൾ ഒരു മാജിക് അവൻ്റെ ഷൂട്ട് ചെയ്തിട്ട്. നേരത്തെ എടുത്ത് വെച്ച എപ്പിസോഡ്സാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അഡ്വാൻസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഷൂട്ട് ഷെഡ്യൂൾ ചെയ്ത ദിവസമാണ്. ഇന്ന് തിരക്കുള്ള ദിവസം, പക്ഷെ ഉച്ച കഴിഞ്ഞേ ഉള്ളൂ ഷൂട്ട്. അതുകൊണ്ട് പകലൊക്കെ ഇച്ചിരി ഫ്രീ ആണ്. കുറേ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ ലഞ്ച് മേക്കിംഗ് ആണ്. ലഞ്ചെല്ലാം ഉണ്ടാക്കി കുറച്ച് കഴിഞ്ഞാൽ ഒരു 4 മണി 4:30 കൂടിയാണ് എല്ലാവരും വരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രാത്രിയാണ് ഇന്നത്തെ ഷൂട്ട് കൂടുതലും സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ലഞ്ച് മേക്കിങ്ങിന് ഞാൻ കിച്ചണിലേക്ക് കയറുന്നു. അപ്പോൾ കുറച്ച് നാടൻ വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത്. സിമ്പിളാണ്, പെട്ടെന്ന് തരുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നാടൻ ഐറ്റംസ് ആകുമ്പോൾ നിങ്ങൾക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ ലഞ്ചിൻ്റെ വിഭവങ്ങളും വിശേഷങ്ങളും ഒക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കുറേ ജോലിയുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യേണ്ടത്. നമ്മുടെ മാജിക് കോയിൻ കിച്ചണൊക്കെ കുളമായി കിടക്കുക. അത് ഭയങ്കര ക്ലട്ടറായിട്ടിരിക്കണം. അപ്പോൾ ക്ലട്ടർ ചെയ്യണം, എല്ലാം ഒന്ന് അടുക്കി പൊതുക്കിയൊക്കെ വെക്കണം. കുറേ ജോലിയുണ്ട്. അപ്പോൾ ലഞ്ച് മേക്കിങ് കഴിയട്ടെ. അപ്പോൾ സിമ്പിൾ ലഞ്ച് ഉണ്ടാക്കാൻ പോകണു. അപ്പോൾ കൂടെ വരിക. അപ്പോൾ ഇന്നത്തെ ലഞ്ച് മേക്കിംഗ് തുടങ്ങുന്നു. ഇന്ന് 2 കറികൾ മുതിര വെച്ചിട്ടാണ് ചെയ്യുന്നത്. മുതിര എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോസ് ഗ്രാം. അപ്പോൾ അതുകൊണ്ട് തന്നെ മുതിര ആദ്യം ഒന്ന് വേവിക്കണം. ഇത് തലേദിവസം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വേകും. പക്ഷേ അതല്ലാണ്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചെയ്താൽ മതി. അതായത് ഡ്രൈ ഫ്രൈ, എണ്ണയൊന്നും ഒഴിക്കണ്ട. അല്ലാണ്ട് നമ്മളൊരു ചീനച്ചട്ടിയിലോ പാനിലോ വെച്ചിട്ട് ഇങ്ങനെ വറുത്തെടുക്കണം. വറുത്തിട്ട് വേവിക്കുകയാണെങ്കിലും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. മാത്രമല്ല അതിൻ്റെ പോഷക ഗുണങ്ങൾ കൂടുതൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് കിട്ടുകയും ചെയ്യും. ആ ഒരു മെത്തേഡിൽ ചെയ്താൽ either കുതിർത്തിട്ട് ചെയ്യണം, അല്ലെങ്കിൽ വറുത്തിട്ട് വേവിക്കണം. ഈ 2 രീതിയിൽ തന്നെ ചെയ്യണം. അപ്പോൾ പാനിലേക്ക് 1/2 കപ്പ് മുതിര. അപ്പോൾ വറുക്കുന്നതിൻ്റെ രീതി എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങോട്ട് മൂക്കുന്ന രീതിയിലല്ല, കളർ മാറുന്ന പോലെയൊന്നും മൂപ്പിക്കേണ്ട ആവശ്യമില്ല. കറക്റ്റായിട്ടൊന്ന് 5-6 മിനിറ്റ് വറുത്ത് കഴിയുമ്പോൾ കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റും അത് മൂത്ത് കഴിഞ്ഞു വന്ന്. വറുത്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പാത്രത്തിൽ നിന്നും മാറ്റിയിട്ട് നമ്മൾ വേവിക്കാനായിട്ട് വെക്കണം. മുതിര വേവിക്കാനായിട്ട് കുക്കറിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. 3 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി കുക്കർ അടച്ചിട്ട് വേവിക്കാം. ഇത് ആദ്യത്തെ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ കിടക്കും. അത് കഴിഞ്ഞിട്ട് തീ കുറച്ചിട്ട് ഒരു 5-6 വിസിൽ കഴിയുമ്പോഴത്തേക്കും മുതിര നന്നായിട്ട് വെന്ത് കിട്ടും. അതിൻ്റെ ചാറും കിട്ടും. ഇനി കുക്കർ ഒന്ന് തുറന്ന് നോക്കട്ടെ. ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത്രയും സമയം കഴിഞ്ഞിട്ടുണ്ട്. ഒരു 5-6 വിസിൽ കഴിഞ്ഞു. ഇത് നോക്കിയേ, പാകത്തിന് വെന്തിട്ടുണ്ട്. അതിങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്യുമ്പോൾ നല്ലതായിട്ട് സോഫ്റ്റായിട്ട് മാറിക്കഴിഞ്ഞു. ഇതിലിരിക്കുന്ന ചാറ് കണ്ടോ, ഇത് മുതിരച്ചാറാണ്. മുതിര വേവിച്ചപ്പോൾ കിട്ടിയ വെള്ളമാണ്. അതിൻ്റെ കളർ തന്നെ വ്യത്യാസമില്ലേ. അപ്പോൾ ഈ വെള്ളം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഔഷധ ഗുണമുള്ള വെള്ളമാണ്. കാരണം മുതിരയുടെ സത്ത് മുഴുവൻ ഇതിന് അടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഊറ്റിയെടുക്കണം. ഈ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. മുതിര പ്രത്യേകിച്ച് വേവിച്ച മുതിരയും മാറ്റി വയ്ക്കാം. നോക്കിയേ, 1 കപ്പോളം മുതിര വെള്ളം കിട്ടിയിട്ടുണ്ട്. മുതിര വേവിച്ച വെള്ളം ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ ഒഴിച്ചുകറി ഉണ്ടാക്കാൻ പോകണം. മുതിരച്ചാറ് പുളിക്കറി. ഇതുപോലെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി എടുക്കുന്നു. ഇന്ന് 1 കപ്പ് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് കുതിരും. അത് എന്നിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം. അപ്പോൾ ചട്ടിയിലേക്ക് നേരത്തെ തന്നെ നമ്മൾ ഊറ്റി വെച്ചില്ലേ മുതിരച്ചാറ്, അത് ഞാൻ ഒഴിക്കുന്നു. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വീണ്ടും ചേർക്കുകയാണ്. 1 ടീസ്പൂൺ മുളക് പൊടി, ഇത് പിരിയമുളകിൻ്റെ പൊടി തന്നെയാണ്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ മുളക് പൊടിയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തോളൂ. ഞാൻ 1 ടീസ്പൂൺ നിറച്ച് ചേർത്തിട്ടുണ്ട്. 3, 4, 5 വെളുത്തുള്ളിയുടെ അല്ലികൾ ചതച്ചതും. ഇത് ചെറിയ അല്ലിയായിരുന്നു, അത് കാരണം ഒരു 5 എണ്ണത്തോളം ഞാൻ എടുത്തിരുന്നു. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നു. ഇനി ആദ്യമേ തന്നെ പുളി പിഴിഞ്ഞ് വെച്ചല്ലോ, അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 1 കപ്പ് പുളിവെള്ളമുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നോക്കിയേ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. ഇനി ഇത് പോരാ, ശരിക്കും പറഞ്ഞാൽ ഇനി കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. ഈ പുളിയൊക്കെ ആവശ്യത്തിന് നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ വീണ്ടും ആ പുളി പിഴിഞ്ഞ പാത്രത്തിൽ തന്നെ ഞാൻ 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കണം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വീണ്ടും കുറച്ച് വെള്ളം കൂടി ചേർക്കുകയാണ്. 1/2 കപ്പ് വെള്ളം കൂടി ഒഴിക്കുന്നു. അപ്പോൾ ടോട്ടലായിട്ട് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു, 1 കപ്പ് പുളി വെള്ളം ഒഴിച്ചു, 1 കപ്പ് മുതിരയുടെ ചാറും ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 3 കപ്സ് ഓഫ് ചാറാണ് ഈ കാണുന്നത്. ഇനി ഇതെല്ലാം കൂടി കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഒരു സൈഡിൽ ചിക്കൻ ഫ്രൈ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടില്ല, അത് പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം. അപ്പോൾ ഈ 2 കാര്യങ്ങളും തയ്യാറാകുന്ന സമയം കൊണ്ട് 2 പച്ച ഏത്തക്ക നോക്കിയേ, ഇത് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് വെക്കാൻ പോണു. ഇത് അടുത്ത കറിക്ക് വേണ്ടിയിട്ടാണ്, അതായത് പച്ച ഏത്തക്ക മുതിര കൂട്ടുകറി. അപ്പോൾ ഏത്തക്ക എല്ലാം അരിഞ്ഞു കഴിഞ്ഞു. ഇത് ചിക്കൻ ഫ്രൈയും റെഡിയായി കഴിഞ്ഞു. ഇനി മുതിരച്ചാറ് കറിയും റെഡിയാണ് ഓൾമോസ്റ്റ്. ഇനി അതൊന്ന് താളിച്ചാൽ മാത്രം മതി. താളിക്കുക എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ ചൂടായി കഴിഞ്ഞു. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പൊട്ടിത്തുടങ്ങി. ഇനി ഒരു 4 കൊച്ചുള്ളി വട്ടത്തിന് കനം കുറച്ച് അരിഞ്ഞത് കൂടി ചേർക്കുന്നു.
നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും, കാരണം ഈ പാത്രം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് കേട്ടോ. പിന്നെ തീയൊന്ന് അല്പം കുറച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്. ഇനി കുറച്ച് കറിവേപ്പില, 3-4 വറ്റൽമുളക് ഇങ്ങനെ മുറിച്ചിടാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിക്കാം. അപ്പോൾ എല്ലാം പാകത്തിന് മൂത്ത് കഴിഞ്ഞു കേട്ടോ. ഉള്ളിയും എല്ലാ കാര്യങ്ങളും പാകത്തിന് മൂത്ത് കഴിഞ്ഞു. ഇത് ലാസ്റ്റ് നോക്കിയാൽ ഒരു 1/4 ടീസ്പൂൺ, ഫുള്ളില്ല, അതിൻ്റെ പകുതി ഉലുവാപ്പൊടിയും കൂടി ചേർക്കുന്നു. ഇനി വേറെ ഒന്നും ചെയ്യാല്ല. അതെ, ഈ താളിപ്പ് നേരെ കറിയിലേക്ക് ഒഴിക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇച്ചിരി ഉപ്പ് നോക്കട്ടെ. യെസ്, കറക്റ്റ്. നമ്മുടെ മുതിരച്ചാറ് പുളിക്കറി റെഡി. അപ്പോൾ ഇന്നത്തെ ഒഴിച്ച് കറി റെഡിയായി കഴിഞ്ഞു. ഇനി അടുത്ത സെക്കൻഡ് കറി ഉണ്ടാക്കാൻ പോകും. അതായത് ഇതൊരു കൂട്ടുകറിയാണ്. ഇത് ഏത്തയ്ക്ക മുതിര കൂട്ടുകറി. അപ്പോൾ പച്ച ഏത്തയ്ക്ക 4ആയിട്ട് മുറിച്ചിട്ട് ഘനം കുറച്ച് സ്ലൈസസ് ആയിട്ട് മുറിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയോടുകൂടി തന്നെ ഞാൻ എടുത്ത്, ഇപ്രാവശ്യം തൊലി മാറ്റിയിട്ടില്ല. തൊലിയും ഭയങ്കര നല്ലതാണ് കേട്ടോ. അത് കഞ്ഞി വെള്ളത്തിലാണ് കട്ട് ചെയ്തിട്ടത്, അപ്പോൾ അതിൻ്റെ കറയൊക്കെ പോവും. ഇനി കുറച്ച് നല്ല ഫ്രഷ് വാട്ടറിൽ ഒന്നുകൂടി 2-3 പ്രാവശ്യമായിട്ട് കഴുകി റെഡിയാക്കി കൊണ്ടുവരാം. ഇതേ ചട്ടിയിലേക്ക് കഴുകി വൃത്തിയാക്കി ഏത്തയ്ക്ക കഷ്ണങ്ങൾ, 2 ഏത്തയ്ക്ക ഉണ്ടായിരുന്നല്ലോ. ഇനി അത് വേകാൻ ആവശ്യമുള്ള വെള്ളം, ഏകദേശം ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നു. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഇനി കുറച്ച് മുളക് പൊടി ചേർക്കുകയാണ്. ഒരു 1.5 ടീസ്പൂൺ നിറച്ച് മുളക് പൊടി. ഇനി കുറച്ച് മുളക് പൊടിയും കൂടി ആകാം കേട്ടോ, കുഴപ്പമില്ല. ഒരു 1/2 ടീസ്പൂണും കൂടി ചേർക്കുന്നു. അപ്പോൾ ടോട്ടലായിട്ട് 2 ഹീപ്ഡ് ടീസ്പൂൺ ചില്ലി പൗഡർ. അത് പിന്നെ മുളക് പൊടി തന്നെ ചേർത്തിരിക്കുന്നത്. ഇനി ഇച്ചിരി ഉപ്പും കൂടി ചേർക്കുന്നു. ഇനി ഇതെല്ലാം കൂടി കിടന്നിട്ട് ഒന്ന് വേകട്ടെ. നന്നായിട്ട് വേകണം, ഒന്ന് തിളയ്ക്കും. പിന്നെ തിള വന്നു കഴിഞ്ഞിട്ട് തീ ഒരൽപ്പം കുറച്ചിട്ട് പാത്രം വേണമെങ്കിൽ അടച്ചിട്ടിട്ട് തന്നെ വേവിക്കാം. ഇത് നോക്കിയേ, ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട്. തീയൊക്കെ ഞാൻ കുറച്ചിട്ടിരിക്കുവാണ്. അപ്പോൾ നന്നായിട്ട് വെന്ത് റെഡിയായി വരട്ടെ. ഇതിപ്പോൾ കറക്റ്റ് പാകത്തിന് വെന്ത് കഴിഞ്ഞു. ഇനി കുറച്ച് വെള്ളം മാത്രമേ അതിലുള്ളൂ. പക്ഷേ ഈ വെള്ളം എന്ന് പറയുന്നത് ഇത് ഒരു മൺചട്ടിയാണല്ലോ, അപ്പോൾ അതിനകത്തിരുന്ന് പെട്ടെന്ന് തന്നെ വറ്റും. ഇനി ഇതിലേക്ക് മുതിരയും കൂടി ചേർക്കുകയാണ്, വേവിച്ച് വെച്ചിരിക്കുന്ന മുതിര. അതിൻ്റെ ചാറ് മാറ്റി കഷ്ണങ്ങളിങ്ങനെ മാറ്റി വെച്ചിരുന്നല്ലോ, ആ മുതിരയുടെ പീസസ് എല്ലാം കൂടി ചേർക്കണം. ഇത് 1/2 കപ്പാണ് ഞാൻ വേവിച്ചത്. പക്ഷെ നോക്കിയേ, വെന്ത് വന്നപ്പോൾ നോക്കിയേ 1 കപ്പിൽ കൂടുതലുള്ളതുപോലെ ഇരിക്കുന്നില്ലേ. എന്തായാലും ഇത് വളരെ നല്ലതാണ് ആരോഗ്യത്തിന്. അപ്പം അത് നമ്മൾ കഴിക്കുന്നത്, ഡെയിലി നമ്മുടെ ഫുഡിൻ്റെ ഭാഗമാക്കുന്നത് നല്ലതാണ്. ഇത് നല്ലൊരു മിക്സിങ് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും എല്ലാം കൂടി ഒന്ന് മിക്സായി വരട്ടെ, ഏത്തക്കയും മുതിരയും എല്ലാം. രണ്ടും കൂടി കിടന്നൊന്ന് നന്നായിട്ടൊന്ന് ഒന്നുകൂടി ഒരു 5 മിനിറ്റ് ഒന്ന് വേകട്ടെ ചെറിയ തീയിൽ. എന്നിട്ട് അടുപ്പിൽ നിന്ന് മാറ്റിയാൽ മതി. ഇത് നോക്കിയേ, എല്ലാം പാകത്തിന് വെന്ത് നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ ഏത്തക്കായും മുതിരയും കൂടെയൊക്കെ നല്ലതായിട്ട് യോജിച്ച് കഴിഞ്ഞു. കുറച്ച് ചാറ് ബാക്കിയുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ബാക്കി ഇച്ചിരി ചാറുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇത് ഈ ചട്ടിയിലിരുന്നിട്ട് അത് പറ്റും, മൺചട്ടിയല്ലേ, അതുകൊണ്ട് അതൊരു ഇഷ്യൂവേ അല്ല. അല്ലെങ്കിൽ തന്നെ ഇച്ചിരി ചാറ് ഇടുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് വറുവലിടണം. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്. അതും കൂടി വരുമ്പോഴാണ് ഇതൊരു സ്വാദുള്ളൊരു കറിയായിട്ട് മാറുന്നത്. അപ്പോൾ പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. എണ്ണ ചൂടായി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് പൊട്ടിത്തുടങ്ങി, 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പാകാം, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ആകാത്തതാണെങ്കിലും കുഴപ്പമില്ല. ഒരു 3 വറ്റൽമുളക് മുറിച്ചിടാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നു. ഇത് നോക്കി, ഉഴുന്നൊക്കെ ഗോൾഡൻ കളറായി തുടങ്ങി. ഇനി കുറച്ച് നല്ല ജീരകം, തോരൻ്റെ അരയ്ക്കുന്ന ജീരകം 1/2 ടീസ്പൂൺ ജീരകവും പൊട്ടി തുടങ്ങി. ഇനി അതും കൂടി ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി 2 കാര്യം കൂടി ചേർക്കാൻ പോണു. വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 1/2 ടീസ്പൂൺ വീതം ചേർക്കുന്നു. ഇനി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി മൂപ്പിക്കാം. എല്ലാം പാകത്തിന് മൂത്തുകൊണ്ടിരിക്കുന്നു. ഇനി ലാസ്റ്റ് ചേർക്കുന്ന ഒരു കാര്യം കൊച്ചുള്ളിയാണ്. ഒരു 5 ചെറിയ ഉള്ളി സ്ലൈസസ് ആയിട്ട് മുറിച്ചത്, ഘനം കുറച്ച് നീളത്തിലോ വട്ടത്തിലോ എന്താണെങ്കിലും കുഴപ്പമില്ല. ഇനി എല്ലാം കൂടി കിടന്ന് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരട്ടെ. ഇളക്കി കൊടുക്കാം. ഇത് നോക്കിയേ, കളറൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഗോൾഡൻ ആയി കഴിഞ്ഞു. നല്ല പാകത്തിന് മൂത്തു. ഇനി തേങ്ങാ ചിരകിയത് ചേർക്കുന്നു. 2 കപ്പ് തേങ്ങാ ചിരകിയത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കൈയെടുക്കാണ്ട് ഇളക്കി ഒരു ഗോൾഡൻ ബ്രൗൺ ആക്കി മൂപ്പിച്ചെടുക്കാം.
അപ്പോൾ അതേ നോക്കി തേങ്ങയുടെ കളർ എങ്ങനെയാണ് വന്നു, നല്ല ഗോൾഡൻ ബ്രൗൺ ആയില്ലേ തേങ്ങയുടെ കൂട്ട്. അപ്പോൾ ഇത് ഇനി നേരെ നമ്മൾ കറിയിലേക്ക് ചേർക്കാൻ പോവാണ്, കൂട്ടുകറിയിലേക്ക്. അതിന് മുന്നേ കൂട്ടുകറിയിലേക്ക് 1 ടീസ്പൂൺ ശർക്കര ചീകിയതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി മുരിച്ച തേങ്ങാക്കൂട്ട് ചേർക്കുന്നു. നന്നായിട്ട് ഇളക്കി മറിച്ച് യോജിപ്പിക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആ തേങ്ങാക്കൂട്ടും കൂടി ആകും. ഇത് കാണുമ്പോൾ തന്നെ അറിയില്ല എന്താ ഭംഗിയല്ലേ, കാഴ്ചയിലുള്ള ഭംഗി പോലെ തന്നെ ടേസ്റ്റ്. ഒരല്പം ശർക്കരയും കൂടി ചേർത്താൽ തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ 1 ടീസ്പൂൺ കൂടി ശർക്കര ചേർക്കുകയാണ്. അങ്ങനെ 2 ടീസ്പൂൺ ശർക്കര ചീകിയത് ചേർത്തു. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, ചിലർക്ക് ഇങ്ങനെ മധുരം ചേർക്കുന്ന ഇഷ്ടമല്ല. അങ്ങനെയാണെങ്കിൽ ശർക്കര ചേർക്കുന്ന ഭാഗം കംപ്ലീറ്റ് ആയിട്ട് വേണമെങ്കിൽ ഒഴിവാക്കിക്കോളൂ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നു. മിക്സിങ് അങ്ങനെ ഞാൻ ഉപ്പൊന്ന് നോക്കിക്കോട്ടെ. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കുന്നു. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പച്ച ഏത്തയ്ക്ക മുതിര കൂട്ടുകറി ഈസ് റെഡി. ഇത് വറുത്ത കൂട്ടുകറിയാണ് കേട്ടോ, തേങ്ങ വറുത്തിടുന്നത്. ഇനി വിളമ്പ് പാത്രത്തിലേക്ക് മാറ്റുന്നു. ഇനി അടുത്തത് ടൊമാറ്റോ ആണ്. തോരന് വേണ്ടിയിട്ടാണ് ഈ ടൊമാറ്റോ ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് 5 വലിയ ടൊമാറ്റോ ഉണ്ടായിരുന്നു, അതിൻ്റെ 4 സൈഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. നടുക്കുള്ള ആ ഒരു പൾപ്പി പോർഷൻ, അതായത് അതിൻ്റെ അരിയൊക്കെ ഇരിക്കുന്ന ഭാഗമില്ലേ, അത് അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനെ സ്ക്വയർ പീസസ് ആയിട്ട് നമ്മൾ സാധാരണ തോരനൊക്കെ അരിയുന്ന പോലെ കട്ട് ചെയ്യാം. ഇനി പാനിലേക്ക് ഒരു 1-1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ ചൂടായി തുടങ്ങി 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിത്തുടങ്ങി. ഇനി ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, അതും പൊട്ടിത്തുടങ്ങി. എല്ലാം കൂടി കിടന്ന് മൂക്കുന്നു. ഇനി 2-3 വറ്റൽ മുളക് മുറിച്ചതും കൂടി ചേർക്കുന്നു. കുറച്ചേറെ കറിവേപ്പില. ഓക്കെ. ഇനി ഒരു പച്ചമുളക് ചെറുതായി വട്ടത്തിന് അരിഞ്ഞതും, 1.5 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 1.5 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് എല്ലാം കൂടി ചേർത്തു വഴറ്റി കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മൂക്കട്ടെ. മൂത്തിട്ടുണ്ട് ഏകദേശം. ഇതൊക്കെ പെട്ടെന്ന് തന്നെ മൂക്കും കേട്ടോ. ഇനി ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഓക്കെ, അതും കൂടി ചേർക്കുന്നു. ഇനി എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റാം. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കുന്നു. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ വഴറ്റിയാൽ മതിയാകും. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതിൻ്റെ ഒരു പച്ച ചുവയൊക്കെ മാറട്ടെ, മൂക്കട്ടെ, ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് മുളക് പൊടി. ഇതെനിക്ക് തോന്നുന്നു എത്ര വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിരിയമുളകിൻ്റെ പൊടിയാണ് ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി ഇതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറട്ടെ. ഇനി ടൊമാറ്റോ അരിഞ്ഞത് ഇത് നോക്കിയേ, ഇങ്ങനെയാണ് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ കുരുവെല്ലാം മാറ്റിയിട്ട് എന്ത് രസമായിരിക്കുന്നു, ക്യാപ്സിക്കം പോലെ ഇരിക്കുന്നില്ലേ, റെഡ് ക്യാപ്സിക്കം. ഇനി ഇതിനകത്തേക്ക് ചേർക്കുന്നു. അതോടൊപ്പം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. ഇനി വഴറ്റി എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കും. ഒരു 2-3 മിനിറ്റ് വഴറ്റിയാൽ മതി. കാരണം ടൊമാറ്റോ ഒന്ന് വാടി കിട്ടിയാൽ മതി, കുഴഞ്ഞു പോകരുത്, അതിൻ്റെ ആവശ്യമില്ല. ഒരു എന്താ പറയുക, ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി റെഡിയായി വരും. ഇത് കണ്ടില്ലേ, ഇതുപോലെ 2-3 മിനിറ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ റെഡിയാകും. ഇനി ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർക്കുന്നു. നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിക്കും. ഇച്ചിരി ഉപ്പ് നോക്കിക്കോട്ടെ. ഇച്ചിരി കൂടെ ഉപ്പ് വേണം, കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നു. ഇനി വീണ്ടും ഒന്ന് വഴറ്റി യോജിപ്പിക്കാം. തോരൻ റെഡി. എത്ര പെട്ടെന്നല്ലേ ടൊമാറ്റോ തോരൻ റെഡി. 10 മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഈ ടൊമാറ്റോ തോരൻ തയ്യാറാക്കാൻ. അത്ര സിമ്പിളും ടേസ്റ്റിയാണ്. നാടൻ ലഞ്ച് റെഡിയായി കഴിഞ്ഞു. നല്ല വൈറ്റ് റൈസായിട്ട് ഇന്ന് ശരിക്കും പൊന്നിയരി ചോറാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതോടൊപ്പം മുതിരച്ചാറ്, പുളിക്കറി, ഏത്തയ്ക്ക മുതിര കൂട്ടുകറി. അപ്പം മുതിര കൊണ്ട് 2 കറികൾ എളുപ്പത്തിൽ സാധിച്ചു. ടൊമാറ്റോ തോരൻ, പിന്നെ അതിനോടൊപ്പം ചിക്കൻ ഫ്രൈയും റെഡിയാണ് കേട്ടോ. ഈ ചിക്കൻ ഫ്രൈ ഒക്കെ നേരത്തെ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ആവശ്യാനുസരണം ഡെയിലി എടുത്ത് വറുക്കുകയാണ്. അനിക്കുട്ടിക്ക് ഇഷ്ടമാണ് ഈ ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞാൽ. ഇനി വിളമ്പാം. പ്ലേറ്റിലേക്ക് നല്ല പൊന്നിയരി ചോറും 2 തവി. അതിൻ്റെ സൈഡിലായിട്ട് തക്കാളി തോരൻ, അതിൻ്റെ സൈഡിലായിട്ട് മുതിര ഏത്തയ്ക്ക കൂട്ടുകറി, പിന്നെ ഒരു നാരങ്ങ അച്ചാറും കൂടി വയ്ക്കുന്നു. അതൊക്കെ കട്ടി അച്ചാറാണ് കേട്ടോ, ഒരുപാട് ലൂസായിട്ടുള്ളതല്ല. മുതിരച്ചാറ് പുളിക്കറി ഒഴിച്ച് കൊടുക്കാം. നല്ല വെള്ളച്ചോറിലിങ്ങനെ പുളിക്കറി ഒഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. സൈഡിലായിട്ട് നല്ല കട്ടി തൈര്. ഇത് ഫ്രഷ് തൈരാണ്, അധികം പുളിയൊന്നുമില്ല.
എല്ലാം പെർഫെക്റ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ കറക്റ്റ് എല്ലാം ആയിക്കഴിഞ്ഞു കോമ്പിനേഷൻ. ഞാനിപ്പോൾ ചിക്കൻ എന്തായാലും ഇതിലെടുത്തിട്ടില്ല, ബാക്കി കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇത് കഴിക്കാം. അങ്ങനെ നല്ല നാടൻ ടേസ്റ്റി എളുപ്പ ലഞ്ച് റെഡി. എളുപ്പമാണെന്ന് മനസ്സിലായില്ലേ, ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. ഈ നാരങ്ങ അച്ചാറൊന്നും ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തന്നിട്ടില്ല, ഇത് കട്ടിക്കുള്ള നാരങ്ങ അച്ചാർ. അപ്പോൾ കഴിച്ച് കാണിക്കട്ടെ. നമ്മുടെ മുതിര പുളിക്കറി, ചാറ് പുളിക്കറി, അയ്യോ എന്താ ടേസ്റ്റ് അറിയാം. ടേസ്റ്റിൻ്റെ മാത്രമല്ല ഹെൽത്തി ആണല്ലോ, ഇച്ചിരി കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് നോക്കിക്കോളൂ. ചെറിയ പുളിയും എരിവും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ മുതിരയുടെ ചാറിന്, നല്ലതാണ്. ഇനി നോക്കിക്കോളൂ, ഏത്തക്ക കൂട്ടുകറി കഴിക്കുമ്പോൾ അത് അതിനെക്കാട്ടി സംഭവമാണ്. എന്താ അറിയോ, വറുത്തരിശ്ശേരി എന്നൊക്കെ പറയുന്ന പോലെ വറുത്ത കൂട്ടുകറിയാണ്. ആഹാ, ഗംഭീരം. അതന്നെ ധാരാളം. അതിൻ്റെ കൂടെ ഞാൻ ഒരു ടൊമാറ്റോ തോരനും കൂടി ഉണ്ടാക്കുന്നേ ഉള്ളൂ, ഈസി ആയതുകൊണ്ട്. നോക്കിയാൽ പിന്നെ ടൊമാറ്റോ കൊണ്ടും എളുപ്പത്തിൽ തോരൻ ഉണ്ടാക്കാമെന്ന് മനസ്സിലായല്ലോ അല്ലേ. സിമ്പിളാണ്. ഗംഭീരമായ ഉമ്മിയിലാണ് ഞാൻ കഴിക്കുന്നത്. നമ്മുടെ തൈര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതെ, തൈരെന്ന് പറഞ്ഞാൽ നല്ല കട്ട തൈരാണ്. നമ്മുടെ വീട്ടിലൊഴിച്ച് അതിൻ്റെ കൂടെ നാരങ്ങ അച്ചാറും എന്ത് ടേസ്റ്റ് അറിയാം ഇങ്ങനെ കഴിക്കുമ്പോൾ. ഇത് ലാസ്റ്റാണ് കേട്ടോ കഴിക്കുന്നത്, ഞാൻ ഇപ്പോൾ കഴിച്ച് കാണിക്കുന്നതേ ഉള്ളൂ. ഈ കലാപരിപാടി എല്ലാം കഴിഞ്ഞിട്ടാണ് അവസാനം തൈരും. ഇപ്പോഴും ഞാൻ ഫിനിഷ് ചെയ്യുന്നത് തൈരിലായിരിക്കും, എനിക്കതാ ഇഷ്ടം. അങ്ങനെ ഇനി ഇത് മുഴുവൻ കഴിക്കട്ടെ. ഓക്കെ, ഈ കറികളൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കാം. നല്ലൊരു കോംബോ മീലാണിത്. വെരി നാടനല്ലേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. ഞാനിപ്പം അഴിച്ചു തീർത്തിട്ട് എൻ്റെ മറ്റ് കലാപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. തിരക്കുള്ള ദിവസമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അങ്ങനെ ലഞ്ചിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരമായി. ഇനിയിപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലേക്ക് കയറുന്നു. ഇപ്പോൾ 4 മണി സമയമാകാൻ പോണു. ഇനി എല്ലാവരും വരുന്ന സമയമായി. കൈരളി ഫുൾ ടീം ഇപ്പോൾ എത്തും. ഞാനെൻ്റെ ബ്ലൗസൊക്കെ തപ്പി പിടിച്ചിട്ട് തേച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതൊക്കെ ലാസ്റ്റ് മിനിറ്റ് പരിപാടിയാണ് കേട്ടോ. കാര്യം സാരിയൊക്കെ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 സാരി മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ ബ്ലൗസ് പുതിയ ബ്ലൗസൊന്നും ആയിരിക്കില്ല, അത് എൻ്റെ കയ്യിലുള്ള ഓൾറെഡി ഉള്ള ബ്ലൗസിൽ നിന്നും സാരിക്ക് ചേരുന്ന നോക്കിയിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ് കേട്ടോ. എന്നിട്ട് തേച്ചെടുക്കുന്നു, അത്രേ ഉള്ളൂ. ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് സാരി ഉടുക്കാൻ പോണത്, ഫസ്റ്റ് എപ്പിസോഡിന്. അതിനോടൊപ്പം ബ്ലൗസ് ഇപ്പോൾ തേച്ച ബ്ലൗസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറേ ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് മാജിക് അവൻ്റെ ഷൂട്ടാണ്. കുറച്ച് ദിവസമായിട്ട് മാജിക് അവനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന എപ്പിസോഡ്സ് ഞാൻ നേരത്തെ തന്നെ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ 2-3 മാസമായിട്ട് അനുക്കുട്ടിയുടെ ഡെലിവറിയും നമ്മുടെ ബേബിയൊക്കെ വന്നതിൻ്റെ പ്രമാണിച്ച് ഞാൻ വേറെ ഷൂട്ടൊന്നും പുതിയതായിട്ട് ചെയ്യുന്നില്ലായിരുന്നു, അഡ്വാൻസ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇപ്പോൾ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും വരും. അപ്പോൾ വീടൊക്കെ നമ്മളൊന്ന് മൊത്തം മെസ്സിയായിട്ട് കിടക്കുകയാണ് കേട്ടോ. എങ്കിലും കിച്ചൺ പോർഷനൊക്കെ നന്നായിട്ടൊന്ന് ഇപ്പം വീടിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബേബി ഒരു വീട്ടിലുണ്ടെങ്കിൽ അറിയാമല്ലോ, കുഞ്ഞിൻ്റെ വീടായി മാറിക്കഴിഞ്ഞു. എല്ലാ റൂമും കുഞ്ഞിൻ്റെ സാധനങ്ങൾ അങ്ങനെ. അപ്പോൾ ഇപ്പോൾ കിച്ചൺ പോർഷനിൽ എല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് ഞാനൊന്ന് അവിടുത്തെ ക്ലട്ടറൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്ലട്ടർ മാറ്റൽ ഏകദേശം ഈ ഒരു രീതിയിലായി കഴിഞ്ഞു. ഓക്കെ, ഇതിലിപ്പോൾ നമ്മുടെ കേക്കാണ്. അപ്പോൾ എലൻ വ്ളോഗ്സിൻ്റെ കേക്ക്സ് തീർന്നില്ല. ഇങ്ങനെ നമ്മുടെ ബട്ടർ കേക്ക്, ഇത് നോക്കിയേ ഡേറ്റ്സ് ആൻഡ് ക്യാരറ്റ് കേക്ക്, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ, വളരെ ടേസ്റ്റി. അപ്പോൾ അതൊരു സൈഡിൽ നടക്കട്ടെ. പിന്നെ ഇവിടുത്തെ കാര്യം നോക്കിക്കോളൂ. ഇന്നത്തെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതാണ്, ലോട്ടസ് ബിസ്കോഫ്, പിന്നെ അതിൻ്റെ തന്നെ സ്പ്രെഡ്, പിന്നെ മൈദ വേണം കേക്ക് ഉണ്ടാക്കാൻ, പിന്നെ വിപ്പിംഗ് ക്രീമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒതുങ്ങിയെന്ന് പറയാം. അപ്പോൾ നമ്മുടെ ബൊമ്മയെടുത്ത് അപ്പുറത്തോട്ട് വയ്ക്കണം. ക്രിസ്മസ് ഫീല് എങ്ങനെയാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നതെന്ന് ആലോചിക്കുക. ഒരു ക്രിസ്മസ് എപ്പിസോഡാണ്. ഇപ്പോൾ എന്തായാലും ക്രിസ്മസ് ടൈമല്ലേ, അത് കാരണം ആ രീതിയിലുള്ള. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോണത് പ്രധാനമായിട്ടൊരു ചീസ് കേക്ക് ഉണ്ട്, അതുകൂടാണ്ട് ജാർ ചീസ് കേക്കും ചെയ്യുന്നുണ്ട്. കുറേ ജാറുകളെല്ലാം പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ക്രീം ചീസ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം റെഡിയാണ്. പല ടൈപ്പ് ഓഫ് ജാറുണ്ട്.
സോ ഓൾ സെറ്റ് ടു ഗോ. ആരും എത്തിയിട്ടില്ല. ഞാനിപ്പോൾ അതിന് മുന്നേ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്ന് ഒതുക്കി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി എനിക്കൊന്ന് കുളിക്കണം. അവരൊക്കെ വരുന്നതിന് മുമ്പേ കുളിച്ച് ഞാൻ സാരിയൊക്കെ കൊടുത്ത് റെഡിയായി നിൽക്കാമെന്ന് വിചാരിക്കും. അതാണ് ഇനി മെയിൻ കാര്യം. ഓക്കെ, അപ്പം അങ്ങോട്ട് പോട്ടെ. ഇത് നോക്കിയാൽ വർക്ക് ചെയ്യാത്തൊരു ക്ലോക്കാണ്, പക്ഷേ ആമയാണ് കണ്ടോ, ഭയങ്കര ഓസ്പീഷ്യസ് ആയിട്ടാണ്. ഞാനിത് ഏതോ ഒരു യാത്രയിൽ മേടിച്ചാട്ടോ. എനിക്കതൊരു ഭയങ്കര ലാഭത്തിന് കിട്ടിയതാണ്. ഓക്കെ, അത് സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ട്. നല്ല രസമല്ലേ. നമ്മുടെ കിച്ചൺ ഒരു ഹാഫ് വേ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മേളിലത്തെ കിച്ചണിൽ പോയിട്ട് 2-3 കാര്യങ്ങൾ എടുക്കാനുണ്ട്. അതിന് വന്നതാണ്. അപ്പോൾ നമ്മുടെ മോളീസ് ഗാർഡൻ്റെ സൈഡിൽ കൂടിയാണ് ഞാൻ പോകുന്നത്. നോക്കൂ, നമ്മുടെ അച്ചിങ്ങപ്പയർ കൊള്ളാല്ലേ, വളരുന്നു. ഓക്കെ, പൂക്കൾ ഫ്ലൈസിനെ പിടിക്കാനുള്ള ട്രാപ്പാ. കിളികളെല്ലാം കൂട്ടിനകത്ത് തന്നെ ഉണ്ട്. ആ മാവിൻ്റെ ചില്ലയിൽ കയറി ഇരിക്കുന്ന നോക്കിയാൽ എല്ലാവരും. കറിവേപ്പില കുറച്ചുകൂടി ശക്തിയായിട്ട് വളരുന്നു. ഇതാണ് പുതിയ കളക്ഷൻ, പാവൻ. ഉച്ച സമയമാണ്, ഒരു 3:30-4 മണി അടുപ്പിച്ചായി. അതുകൊണ്ട് വെയിലത്ത് ഇച്ചിരി വാടി നിൽക്കും എല്ലാവരും. ഗസ്തിക്കീര പൂക്കളൊക്കെ പോയി, ഇനി പുതിയ പൂ വരണം. ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തു. ബക്കറ്റിൽ താഴേക്ക് തൊട്ടിയും കയറുമൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞു. ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. തലമുടിയെല്ലാം കെട്ടി വെച്ചിരിക്കും. ഇനി മേക്കപ്പ് ചെയ്യണം താഴെ പോയിട്ട്. ഓക്കെ, മുടിയെല്ലാം ഒന്ന് പോണി ചെയ്ത്. സമയം ഇവിടെ ശബ്ദ കോലാഹലമാണ്. ഇത് നോക്കി, എന്ത് AC പ്ലാന്റ്സാണ് വർക്ക് ചെയ്യണത്. ഇത് രാമചന്ദ്ര ടെക്സ്റ്റൈൽസിൻ്റെയാണ്. അപ്പോൾ ഇത് റെസിഡൻഷ്യൽ ഏരിയ ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ വീടുകളിലേക്ക് ഡിസ്റ്റർബൻസ് ഒന്ന് ആലോചിച്ച് നോക്കും. ഭയങ്കരമായ സൗണ്ട് പൊല്യൂഷൻ പ്ലസ് അറ്റ്മോസ്ഫിയർ പൊല്യൂഷനും ഉണ്ടാവുമല്ലോ നാച്ചുറലി. അയ്യോ, ഭയങ്കര. നമ്മുടെ കിളികളിലൊക്കെ കഷ്ടമാണ് സത്യം പറഞ്ഞാൽ അവരുടെയൊക്കെ അവസ്ഥ. ഓഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് അറിയില്ല, സൗണ്ട് ഭയങ്കര മോശം. അതുകൊണ്ടാണ്. ഇപ്പോഴത്തെ ഫുൾ ടീം എത്തിക്കഴിഞ്ഞല്ലോ. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ഷൂട്ട് തുടങ്ങുന്നു. അപ്പോൾ വീണ്ടും നമ്മളെല്ലാവരും തമ്മിൽ കാണുന്നു. ഞാനപ്പോൾ ഡ്രസ്സ് ചെയ്ത് ഓൾമോസ്റ്റ് ഇനി മുടിയും കൂടി കെട്ടിയാൽ മതി. ബാക്കിയെല്ലാം ഈ കമ്മലിടണം. ഓക്കെ, നെയിൽ പോളിഷ് ഒന്ന് ശരിയാക്കണം. ഇതിനകത്ത് ദ്രുതഗതിയിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇന്നിപ്പോൾ ക്രിസ്മസ് എപ്പിസോഡും ന്യൂ ഇയർ എപ്പിസോഡുമാണ് എടുക്കുന്നത്. അപ്പോൾ ക്രിസ്മസ് എപ്പിസോഡിന് വേണ്ടിയിട്ടുള്ള ഡെക്കറേഷനൊക്കെ ഏതാണ്ട് ഇവിടെ എല്ലാവരും കൂടി തുടങ്ങി കഴിഞ്ഞു. ക്രിസ്മസ് ട്രീ ചെറുതാണെങ്കിലും ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട്. നമ്മുടെ ഈ എന്താ പറയുക, മാജിക് ഓൺ കിച്ചന് പറ്റിയ രീതിയിലൊരു ക്രിസ്മസ് ട്രീ. പിന്നെ ബലൂൺസ് വീർപ്പിക്കുന്ന തിരക്കിലാണ് എല്ലാവരും. പിന്നെ അല്ലാണ്ട് കുറേ ഡെക്കറേഷൻ ഉണ്ട്. അതിൽ തൂക്കിയിടുന്ന തോരണങ്ങൾ, ക്രിസ്മസ് പാപ്പ, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇവിടെ ആരൊക്കെയാണെന്ന് നോക്കിയാൽ ഷാജി, ക്യാമറ പേഴ്സൺസ് 2 പേര്, ഷാജി കമലേശ്വരം, രാജൻ വേങ്ങമള, പിന്നെ പ്രൊഡ്യൂസർ ഹണി, പിന്നെ അത് കഴിഞ്ഞിട്ട് ലൈറ്റിലെ ചന്ദ്രബാബു, പിന്നെ അതുപോലെ രാമചന്ദ്രൻ, പിന്നെ കൈരളിയിലെ ഡ്രൈവർ ഉമേഷ്, പിന്നെ നമ്മുടെ ഹെൽപ്പർ അജി, പിന്നെ സൗണ്ട് റെക്കോർഡിസ്റ്റ്, സൗണ്ട് എഞ്ചിനീയർ മിസ്റ്റർ അരുൺ, നമ്മൾ ബച്ചൻ എന്നല്ലേ വിളിക്കുന്നത്, പൊക്കം കൊണ്ട് പറയുന്ന കേട്ടോ, അമിതാഭ് ബച്ചൻ, ക്യാമറ അസിസ്റ്റൻറ്റ് കുമാർ. അങ്ങനെ എല്ലാവരും തന്നെ വളരെ വളരെ ബിസിയാണ്. എല്ലാവരും വളരെ ഇൻവോൾവ് ആയിട്ട് ക്രിസ്മസ് ഡെക്കറേഷൻ്റെ പിന്നാലെയാണ്. എനിക്ക് സ്പെഷ്യൽ പൊതി കപ്പ, മുളക് ചമ്മന്തിയുണ്ട് എക്സ്ട്രാ, പ്ലസ് മീൻ കറി, ആവോലി ഫ്രൈ. അയ്യോ നോക്കിയാൽ ആവോലിയുടെ തലഭാഗം ഹാഫ്. ആവോലി വെച്ചാൽ വലിയ മീനല്ലേ, അതിൻ്റെ ഒരു ഹാഫ് ഫ്രൈ. ഇതാണ് എനിക്ക് വേണ്ടി വാങ്ങിച്ചിരിക്കുന്നത്. സ്പെഷ്യലായിട്ട് കഴിക്കാനായിട്ട്.
ഷൂട്ടിങ് തുടങ്ങുന്നതിന് മുന്നുള്ള ഷോർട്ട് ബ്രേക്കാണ് ഇതെല്ലാം. അവിടെ ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടി അതിൻ്റെ ഡെക്കറേഷൻ തിരക്ക് പിടിച്ച് നടക്കുന്നു. ഞാൻ അതിനിടയ്ക്ക് വന്നിട്ടാണ് ഇവരെല്ലാം പുറത്ത് പോയിട്ട് വന്ന് എനിക്ക് മേടിച്ചിട്ട് വന്നാം. ഞാനിപ്പോൾ ദേ ഭക്ഷണവുമായിട്ട് തിരിച്ച് ഇവരുടെ അടുത്തേക്ക് എത്തിയിരിക്കുവാണ്. കൊച്ചടുക്കളയിൽ നിന്നും കഴിച്ചു തുടങ്ങി. ഇപ്പോൾ ഞാൻ ഇവിടെ പ്ലേറ്റിൽ എടുത്തിട്ട് വന്നിട്ട് ഇവിടെ ഇരുന്ന് ഇവരുടെ ഈ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഞാനും അവിടെ വന്നിരിക്കുവാണ്. ഈ ഡെക്കറേഷനൊക്കെ അവർ ചെയ്യുന്ന കണ്ടുകൊണ്ട് ഞാൻ ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് മേടിച്ചുകൊണ്ട് തരുന്ന കേട്ടോ ഇവരെല്ലാവരും പുറത്ത് പോയിട്ട് വരുമ്പോൾ അവർ കഴിച്ചിട്ട് വരുമ്പോൾ എനിക്കും കൂടി കൊണ്ടുതരും. അവരിങ്ങനെ പുറത്ത് കഴിക്കാൻ പോയിട്ട് വരുമ്പോൾ എനിക്കും കൂടി കൊണ്ടുവരുന്ന കേട്ടോ. ഞാൻ പക്ഷേ ഇതൊക്കെ ആസ്വദിക്കുന്ന ഒരാളാണ്, എനിക്കിഷ്ടമാണ് അങ്ങനെയൊക്കെ. അപ്പോൾ അവർക്ക് എന്നോടുള്ള സ്നേഹം മനസ്സിലായല്ലോ. അവർ കഴിക്കാൻ പോകുമ്പോൾ എനിക്കിതുപോലെ സ്നാക്സും കൊണ്ടുവരാറുണ്ട് ഇടയ്ക്കൊക്കെ. ഇവരെല്ലാം എത്ര ആത്മാർത്ഥമായിട്ടാണെന്നറിയാമോ ഈ ജോലിയൊക്കെ ചെയ്യുന്നത്. എനിക്ക് ഇവരെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങളാണെങ്കിൽ ഇത് ഇപ്പോൾ എനി ഫെസ്റ്റിവൽ, എന്ത് ഫെസ്റ്റിവൽ ആയിക്കോട്ടെ, ഇപ്പോൾ ക്രിസ്മസോ ഓണമോ വിഷുവോ റംസാനോ എന്താണെങ്കിലും നമുക്കൊരു സെറ്റ് ഡെക്കറേഷൻ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഇൻവോൾവ് ചെയ്തിട്ട് അവരുടെ സ്വന്തം വീട്ടിലെ കാര്യം ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും തന്നെ സത്യത്തിൽ ഞാൻ ഈ ഒരു കൈരളി ടീമെന്ന് പറയുമ്പോൾ അവരെന്നെ ഒരു ചേച്ചിയെ പോലെ കാണുമ്പോൾ ഞാൻ അവരെ എൻ്റെ ഒരു ഫാമിലി ആയിട്ട് തന്നെ കാണുന്നത്. അവർക്ക് ഈ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു സെക്കൻഡ് ഹോമിലേക്ക് വരുന്നത് പോലെയുള്ളൂ, അല്ലാണ്ടൊരു ഭയങ്കര ഒഫീഷ്യലായിട്ടൊരു ഷൂട്ടിന് വരുന്ന ആ ഒരു ഫോർമാലിറ്റി ഒന്നുമില്ല. നമുക്കങ്ങനെ ഒരു ഫോർമാലിറ്റി ഇല്ല. കാരണം 10-25 വർഷമായിട്ട് കാണുന്ന ആൾക്കാരാണ് പരസ്പരം. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവരെല്ലാം എൻ്റെ ചങ്ക് ബ്രോസ് എന്നാണ് പറയേണ്ടി വരിക. സഹോദരങ്ങളാണ്, നമ്മളൊരു ഫാമിലി പോലെയാണ്. അവരെന്നെയും അങ്ങനെയാണ് കാണുന്നത്. ഒരു 25 വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്ന ആൾക്കാരിൽ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഇത്രയും വർഷം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാണുന്ന ആൾക്കാർ തന്നെയാണ്, എപ്പോഴും നമ്മൾ വർക്ക് റിലേറ്റഡ് ആയിട്ടും ഒക്കെ. അപ്പോൾ അവർക്ക് ആ ഒരു സ്നേഹം എനിക്ക് അവരോടും നമ്മുടെ ഫാമിലി മെമ്പറിനെ പോലെ തന്നെയാണ്. ഇതിൽ കുറേ ആൾക്കാർ ഇപ്പോൾ കൈരളിയിലില്ല. അവരെല്ലാം പല ജോലിക്കായിട്ട് വിദേശത്തും മറ്റ് ചാനലും മറ്റ് കാര്യങ്ങളും ബിസിനസ്സൊക്കെ ആയിട്ട് കുറേ പേര് പോയി. പക്ഷേ അല്ലാതെ കുറേ പേര്, പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ മരിച്ചു പോയവരുമുണ്ട്. അപ്പോൾ എല്ലാവരും ഞാൻ ഈ സമയത്ത് ഓർമ്മിക്കുന്നുണ്ട്. കാര്യം നമ്മുടെ മാജിക് ഹൗസിൻ്റെ പാർട്ടായിരുന്നു ഇവരെല്ലാവരും തന്നെ. ഇപ്പോഴും നമ്മളത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അപ്പോൾ ഇപ്പോൾ ഉള്ള ആൾക്കാരുമായിട്ടും ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും, ഹോൾ മാനേജ്മെൻറ്റ് ഓഫ് കൈരളി എന്നും കൂടി പറയേണ്ടി വരും. എല്ലാവരെയും ഞാൻ എപ്പോഴും ഇങ്ങനെ ഓർമ്മിക്കുക, സ്നേഹത്തോടു കൂടിയല്ലാതെ എനിക്ക് അവരെക്കുറിച്ചൊന്നും പറയാൻ ഒരു വാക്കുമില്ല. എൻ്റെ ഫാമിലി അങ്ങനെ തന്നെ ഞാൻ പറയാം, എൻ്റെ ഒരു സെക്കൻഡ് ഫാമിലിയാണ്. മാജിക് ഹൗസിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഡിസംബർ മാസത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കും. ഡിസംബർ മാസം എന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പക്ഷേ നമ്മുടെ കലണ്ടർ നോക്കുമ്പോൾ ഈ ഡിസംബർ മാസമാണ് ഏറ്റവും രസകരമായൊരു മാസം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മാസം ഏതാണെന്ന് വെച്ചാൽ ഡിസംബറിലാണെന്ന് ഞാൻ പറയും. കാരണം ക്രിസ്മസിൻ്റെ മാസമാണ്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു മഞ്ഞിൻ്റെയും തണുപ്പിൻ്റെയും പിന്നെന്താ പറയുക ചുറ്റോട് ചുറ്റാലോ. ഇപ്പോൾ വെറൈറ്റീസ് ഓഫ് കേക്ക്സ് ആണ് അല്ലേ. ചിലർക്ക് ഐസിങ് തന്നെ ഇഷ്ടമല്ല. പിന്നെ ഫ്രോസ്റ്റിംഗ് തന്നെ ഇപ്പോൾ ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ഉണ്ട്. അങ്ങനെ ഫസ്റ്റ് എപ്പിസോഡ് നല്ല രീതിയിൽ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് എപ്പിസോഡിൽ ഒരു കേക്ക് മേക്കിംഗ് ആണ്. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് എന്തായാലും കുറച്ച് സമയം എടുക്കും. ആ സമയം വെയിറ്റ് ചെയ്യുന്നു എല്ലാവരും. കേക്ക് ബേക്കായി കിട്ടുന്നു. പിന്നെ അതിൻ്റെ ബാക്കി അലങ്കാരങ്ങൾ, ഫ്രോസ്റ്റിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഷൂട്ടിംഗ് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഫുള്ള് നിങ്ങൾക്ക് ഡയലോഗ്സ് എല്ലാം കേൾക്കുമ്പോൾ ബോറടിക്കും. അതുകൊണ്ട് അത് ഫുള്ള് കേൾപ്പിക്കുന്നില്ല. അത് നിങ്ങൾ പ്രോഗ്രാമിൽ കാണാൻ പറ്റുമല്ലോ. അത് എനിക്ക് തോന്നുന്നു ഈ പ്രോഗ്രാം ഓൾറെഡി ഇതെല്ലാം വന്നു കഴിഞ്ഞു, അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെ അതൊക്കെ ഇനി യൂട്യൂബിൽ എന്തായാലും വരും. അന്നേരം നിങ്ങളൊന്ന് കാണുക കേട്ടോ. എനിക്കൊന്ന് ഓൾറെഡി അപ്ലോഡഡ് ആണെന്ന് തോന്നുന്നു. ബ്യൂട്ടിഫുൾ കേക്ക് ഇസ് റെഡി. റോസ് മിൽക്ക് കേക്ക്, നമ്മുടെ മാജിക് ഹൗസിൻ്റെ ക്രിസ്മസ് സ്പെഷ്യൽ കേക്ക്. നമ്മുടെ സെലിബ്രേഷനൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് ഒരു ബ്യൂട്ടിഫുൾ കേക്ക് ഉണ്ടാക്കി. എങ്ങനെയുണ്ട് നമ്മുടെ ബ്യൂട്ടിഫുൾ കേക്ക്? അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇന്ന് 2 എപ്പിസോഡ് എടുക്കുന്നുണ്ട്. അത് ക്രിസ്മസ് എപ്പിസോഡിൽ ഇങ്ങനെയായിരുന്നു നമ്മുടെ റോസ് മിൽക്ക് കേക്ക് ഉണ്ടാക്കിയത്. ഓക്കെ, അടുത്ത ഡ്രസ് ചേഞ്ച് നെക്സ്റ്റ് എപ്പിസോഡ്. ഓക്കെ, സെക്കൻഡ് എപ്പിസോഡിൽ ഒരു ബിസ്കോഫ് ചീസ് കേക്കാണ് ഞാൻ ഉണ്ടാക്കിയത്. അത് ന്യൂ ഇയർ സ്പെഷ്യലായിട്ട്. അതും ഇപ്പോൾ എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും. കാര്യം ഇതെല്ലാം ഓൾറെഡി ഇപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ദാറ്റ് ഇസ് ടെലികാസ്റ്റഡ് ആണ് ഓൾറെഡി. എന്തായാലും ക്രിസ്മസും ന്യൂ ഇയറൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ അന്ന് ഞാനിതെല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. ഈ പ്രോഗ്രാം ഓൾറെഡി ടെലികാസ്റ്റഡ് ആണ് കേട്ടോ. അപ്പോൾ അത് യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ കാണാൻ പറ്റും.
അങ്ങനെ നമ്മുടെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ സമയം രാത്രി 2:30 മണി കഴിഞ്ഞു. എല്ലാവരും വളരെ ടയേർഡാണ്. ഒരു ഹാഫ് സ്ലീപ്പ് മൂഡിലാണ്. സമയം നോക്കിക്കോളൂ, 2:45 രാത്രി. ഇന്ന് ഇച്ചിരി ലേറ്റായി, ഞങ്ങൾ തുടങ്ങിയപ്പോൾ ലേറ്റായി. ഇനിയിപ്പോൾ ക്രിസ്മസ് ട്രീ ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. ലൈറ്റ്സൊക്കെ ഓഫ് ചെയ്തു. ഇനി ബലൂൺസൊക്കെ നാളെ പൊട്ടിച്ച് കളയും. എല്ലാവരും പൊട്ടിച്ച് കളി. അപ്പോൾ മാജിക് അവൻ്റെ പുതിയ ടൈം പറഞ്ഞുതരാം. ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് മാജിക് അവൻ നിർത്തിയോ, എന്നാണ് സൺഡേസ് കാണുന്നില്ല. സൺഡേസ് എന്നുള്ളത് സാറ്റർഡേസായി 12:30 ഓൺ എവറി സാറ്റർഡേ. എല്ലാ ആഴ്ചയും ശനിയാഴ്ച ദിവസം 12:30 അതിന് തൊട്ട് മുന്നേ ഒരു സിനിമ കാണും. ആ സിനിമ തീർന്നു കഴിഞ്ഞാൽ ഉടനെ മാജിക് അവൻ വരും. ഇനി സിനിമ ഇച്ചിരി 5 മിനിറ്റ് ഡിലേ വരികയാണെങ്കിൽ, നീണ്ടു പോവുകയാണെങ്കിൽ 12:30 എന്നുള്ളത് ചിലപ്പോൾ 12:35 അത്രേ ഉള്ളൂ. അപ്പോൾ ശനിയാഴ്ചകളിൽ പറ്റുമെങ്കിൽ കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഞങ്ങൾ ഒരുപാട് പേരുടെ എഫേർട്ടുണ്ട് മാജിക് അവൻ ഇങ്ങനെ ചിത്രീകരിക്കുന്നത്. അപ്പോൾ സന്തോഷം. ഓക്കെ, അപ്പോൾ അതേ ഇവരെല്ലാം പോകുന്ന തിരക്കിലാണേ. ഞങ്ങളെല്ലാം ഇവിടെ രാത്രി ജീവികളാണ്. കാരണം രാത്രിയാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ വർക്ക് നടക്കുന്നത്. ഇനി വേറൊരാളെ കൂടി ഞാൻ കാണിച്ചു തരാം. അതെൻ്റെ നമ്മുടെ LN വ്ളോഗ്സിൻ്റെ ഒരു മെയിൻ എഡിറ്റർ. ദാറ്റ് ഈസ് ട്രാവൽ വ്ളോഗല്ല, നമ്മുടെ LN വ്ളോഗ്സിൻ്റെ എഡിറ്റർ. രാത്രി വർക്ക് ചെയ്യുന്ന ഒരാളാണ് കാണിച്ചത്. യെസ്, മിസ്റ്റർ സുമേഷ്. രാത്രി 2:45 സുമേഷ് ഈസ് ഡൂയിങ് സം വർക്ക്. ഇനി അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ പുറത്തെ കാഴ്ച. എല്ലാവരും പോകാനുള്ള തിരക്കിൽ. വാഹനം എവിടെ ഇട്ടെന്നാ പറഞ്ഞേ? നമ്മുടെ റോഡെല്ലാം പൊളിഞ്ഞ് കിടക്കുമല്ലേ, അത് കാരണം നമുക്ക് സാധനങ്ങളൊന്നും എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കാൻ പറ്റും. ഇവരിതെല്ലാം ചുമന്നുകൊണ്ട് പോകണം. വാഹനം ഇവിടം വരെ വരും. ഇനി ഇതെല്ലാ എക്യുപ്മെൻസും എടുത്ത് അവിടെ കൊണ്ട് വയ്ക്കണം. ഹണി, യെസ്. ഇത് കണ്ടോ കൊണ്ടിട്ടിരിക്കുന്നത് ഇവിടെ റോഡിൽ? ഇതൊക്കെയാണ് ഇനി അകത്ത് എല്ലാം അണ്ടർഗ്രൗണ്ട് ആവുകയാണ്. നമ്മുടെ ഈ മോളിൽ കാണുന്ന വയേഴ്സ് എല്ലാം അണ്ടർഗ്രൗണ്ട് ആകും. അതാണ് കുഴിച്ച്. അതേ പൊക്കം വരുന്നു. നമ്മുടെ അമിതാഭ് ബച്ചൻ ഇസ് കമ്മിങ്. സൗണ്ട് റെക്കോർഡിസ്റ്റാണ്. കുമാർ വരുന്നു. ദേ ട്രൈപോഡൊക്കെ പിടിച്ചിട്ട്. എല്ലാവരും നെയ്ബർഹുഡൊക്കെ സുഖനിദ്രയിലാണ്. ആരും ഉറക്കൊണ്ടിട്ടിരിക്കില്ലല്ലോ ഈ സമയത്ത്. എനിക്ക് നൈറ്റ് സ്റ്റിൽ എന്നുള്ള പട്ടിൽ ഞാൻ നടക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം നമ്മളെല്ലാവരും നൈറ്റ് ലേറ്റായിട്ടാണ് ഞാൻ കിടക്കുന്നത്. നോക്കി ഇവിടുത്തെ മണ്ണ് കടപ്പുറം മണ്ണ് പോലത്തെ മണ്ണ്. കുഴിച്ച് കഴിയുമ്പോഴേ താഴോട്ട് ഡീപ്പായിട്ട് പോകുമ്പോൾ ഇങ്ങനത്തെ മണ്ണാണ് വരുന്നത്. ഇവരെല്ലാം യാത്ര അയക്കാൻ വേണ്ടി ഞാൻ റോഡിൽ ഇറങ്ങിയതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഓക്കെ, ഞാൻ കയറട്ടെ അകത്തേക്ക്. ഓക്കെ, ബൈ ഹണി. ഓക്കെ, ബൈ, താങ്ക് യു. അകത്ത് ഇവിടെ ഒരാൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. സുമേഷ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയിട്ട് റഫ് കട്ട് കാണും. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പറയും, പിന്നെ ഫെയർ ആക്കും. എന്നിട്ട് എനിക്ക് ഡ്രൈവിലിടും. അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ഞാനത് നോക്കിയിട്ട് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാലാണ് അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് അഡ്വാൻസ് ആയിട്ട് എടുത്ത് വെക്കാൻ പറ്റാറില്ല. അതുകൊണ്ടാണ് ഇത്ര ടൈറ്റ് ഷെഡ്യൂളിൽ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ കണ്ടല്ലോ. ഇനി മേക്കപ്പ് അഴിക്കണം, ഡ്രസ്സൊക്കെ ഒന്ന് മാറി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ടേ കിടക്കുള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അനുകുട്ടിയും കുഞ്ഞുമൊക്കെ ഉറങ്ങി കഴിഞ്ഞു കേട്ടോ, കിടന്നു. അപ്പോൾ ഞാനിനി കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കിടക്കും. ഓക്കെ, നേരം വിളിക്കാറായി, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് എന്തായാലും കാര്യങ്ങളൊക്കെ നടന്നു, സന്തോഷം. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു.